പ്രിയ കൂട്ടുകാരെ, എജു വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ് ഇംഗ്ലീഷിലെ ആദ്യ യൂണിറ്റാണ്. എന്താണ് യൂണിറ്റിന്റെ പേര്? ഒന്ന് വായിക്കൂ. ടെൻഡർ ടച്ച്. എന്താ ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം? ടെൻഡർ കോക്കനട്ട് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താ ടെൻഡർ കോക്കനട്ട്? ഇളനീരിനല്ലേ വിളിക്കുക അങ്ങനെ? എന്താ അങ്ങനെ വിളിക്കുന്നത്? ഇളനീര് വളരെ മൃദുവായിട്ടുള്ള സാധനമാണ്. അപ്പം ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞാൽ എന്താ? മൃദുവായ ടച്ച്. അപ്പം നമ്മൾ ഈ അച്ഛനും അമ്മയും ഒക്കെ നിങ്ങളെ പോയി ടച്ച് ചെയ്യില്ലേ? ഉറങ്ങിക്കിടക്കുമ്പോൾ ഒക്കെ പോയി തൊടിൽ, അതെന്ത് ടച്ചാണ്? ടെൻഡർ ടച്ചാണ് അല്ലേ? ഇവിടെ ഒരു ചിത്രം കണ്ടോ? ഒരു കുട്ടിയെ വീഴുമ്പോൾ വേറൊരു കുട്ടി വീണിട്ട് ആശ്വസിപ്പിക്കുകയാണ് അല്ലേ? അതൊക്കെ ആ ഒരു ടച്ച് നീ ശ്രദ്ധിച്ചോ? അതെന്ത് ടച്ചാ? ടെൻഡർ ടച്ച്. ഇതിന് പാഠത്തിന് അടിയിൽ നമ്മൾ മദർ തെരേസന്റെ ഒരു കൊട്ടേഷൻ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിക്കാൻ പറ്റുമോ? ഗീവ് യുവർ ഹാൻഡ്സ് ആൻഡ് യുവർ ഹേർട്ട് ടു ലവ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഗീവ് യുവർ ഹാൻഡ്സ് ടു സേവ് ആൻഡ് യുവർ ഹേർട്ട് ടു ലവ്. എന്താ ഹാൻഡ്സ് എന്ന് പറഞ്ഞാല്? കൈകൾ എന്തിനു കൊടുക്കണം? സേവ് ചെയ്യാൻ. സേവ് സഹായിക്കുക അല്ലെ? ഹാർട്ട് ഹൃദയമോ? സ്നേഹിക്കാൻ. അപ്പൊ കൈകൾ സഹായിക്കാനും ഹൃദയം സ്നേഹിക്കാനുമാണ് കൊടുക്കേണ്ടത് അല്ലെ? ആരാ പറഞ്ഞത്? മദർ തെരേസ. ഇനി നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിച്ചാലോ? എന്താ പാഠത്തിന്റെ പേര്? സണ്ണി മോർണിംഗ്. ഒന്ന് വായിക്കോ. The morning sun peeped through the window. Sasha, it's late. Getting late, dear. Mother called Sasha in a soft voice. She was half asleep. Oh, Amma. Let me sleep a little longer. Okay, good. എന്താണ്? എ സണ്ണി മോർണിംഗ്. എന്താ സണ്ണി മോർണിംഗ്? മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ. സണ്ണി മോർണിംഗ് എന്ന് പറഞ്ഞാൽ തിളക്കമുള്ള രാവിലെ, നല്ല രാവിലെ കേട്ടോ. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. എന്താണ്? ദ മോർണിംഗ് സൺ. മോർണിംഗ് സൺ എന്താ ചെയ്യുന്നത്? സൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ. പീപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടുക. ത്രൂ ദ വിൻഡോ. വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താ? ജനല അല്ലെ? അപ്പോൾ ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. ജനലില് പ്രഭാത സൂര്യൻ വന്ന് ഇങ്ങനെ മുട്ടുന്നുണ്ട് അല്ലേ? രാവിലെ ഇങ്ങനെ നേരം വെളുക്കുകയാണ് അല്ലേ? അപ്പൊ അടുത്തെന്താ? സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ അല്ലേ? അമ്മ വന്നിട്ട് സാഷേനെ വിളിക്കുകയാണ്. സാഷ നേരം വൈകുവാണ്. ഗെറ്റിംഗ് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മക്കള് കിടന്നുറങ്ങുമ്പോൾ അമ്മ ഒന്നും വിളിക്കാറില്ലേ? രാവിലെ വിളിക്കാറുണ്ടോ? അപ്പൊ എന്താ പറയാ? അമ്മ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ എന്നല്ലേ പറയാ? നമുക്ക് നോക്കാം സാഷ എന്താ പറയുന്നത്. മദർ കാൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. എന്താ സോഫ്റ്റ് വോയിസ് എന്ന് പറഞ്ഞാല്? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒച്ചയില് അല്ലെ? അമ്മ വന്നിട്ട് ഭയങ്കര ചീത്ത പറയുന്നില്ലല്ലോ. മക്കളെ രാവിലെ സ്നേഹത്തോടെ അല്ലേ വിളിക്കുക അല്ലേ? അപ്പൊ മദർ കാൾഡ് എന്ന് പറഞ്ഞാ വിളിക്കുക. മദർ കാൾഡ് സാഷയെ മദർ വിളിച്ചു. എങ്ങനെയാ വിളിച്ചത്? ഇൻ എ സോഫ്റ്റ് വോയിസ്. സോഫ്റ്റ് ആയിട്ട് വിളിച്ചു അല്ലേ? ഷീ വാസ് ഹാഫ് അസ്ലീപ്. അവൾ എന്തായിരുന്നു? ഹാഫ് എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്. പാതി ഉറക്കത്തിലാണ് അവള്. ഹാഫ് അസ്ലീപ്പ് അല്ലേ? പാതി ഉറക്കത്തിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ പാതി ഉറക്കത്തിലാണ് എന്ത് പറയും? എന്താ പറയാ? അമ്മ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ എന്നല്ലേ പറയാ? സാഷ എന്താ പറയാ നോക്കാം. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. സാഷയും നിങ്ങളെ പോലെ കേട്ടോ. ലെറ്റ് മീ സ്ലീപ്പ്, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. എ ലിറ്റിൽ ലോങ്ങർ, കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ. എന്താ പറഞ്ഞേ? ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. മനസ്സിലായി ഇത്രയും നേരം പഠിച്ചത്? ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ.